Good morning. Good morning, ma'am. Good morning, ma'am. Good morning, ma'am. Good morning. Good morning, ma'am. Good morning. Good morning, ma'am. Okay. Prayer ആരാ പറയുന്നേ? Prayer. Prayer ചെയ്യാനായിട്ട് ആരുമില്ലേ? Ma'am, ഞാൻ ചെയ്യാം. Good morning, everyone. Gajavadana Gananada Gajavadana Vinayaka Gajavadana Gananada Gajavadana Vinayaka Siddhividata Shivatanaya Siddhividata Shivatanaya Bodhipradayak Gajanana Parvalinandana Bhavabhayavandana Yuga Yuga Vandita Jaya Sri Ganesha Gajavadana Gananada Gajavadana Vinayaka. Thank you, ma'am. Then signing. Good morning, all. I am Rasia. It's my privilege to deliver the sign in today's class. I hope today is a wonderful day to everyone, and today our class is start with a wonderful prayer by Shruti, and I am very pleasure to welcome our beautiful Miss Shruti ma'am for handling today's class, and also I glad to welcome our teammates to the class, and I hope you guys are being active and energetic in today's class. And I also invite Jasmine for today's thought. Thank you. Thought of the day. The distance between your dreams and reality is called action. The distance between your dreams and reality is called action. It means that we all have dreams. Some can be easily achieved, while some would take years to happen. But all of these dreams require one thing to become reality, that is action. നിങ്ങളുടെ സ്വപ്നങ്ങളും യാഥാർത്ഥ്യങ്ങളും തമ്മിലുള്ള അകലത്തെ പ്രവൃത്തി എന്ന് വിളിക്കുന്നു. താങ്ക് യു. ഹാവ് എ നൈസ് ഡേ. Okay. So, നമ്മൾ ഹെൽത്ത് കെയർ കംപ്ലീറ്റ് ആക്കി അല്ലേ കഴിഞ്ഞ ക്ലാസ്സിൽ? Yes, ma'am. ഇനി നമുക്ക് ഞാൻ എടുക്കുന്ന ഒരു ചാപ്റ്റർ എന്ന് പറഞ്ഞാൽ പാർട്ട് 2 ലാംഗ്വേജ് ഡെവലപ്മെന്റ് ആണ് കേട്ടോ. പാർട്ട് 2 യൂണിറ്റ് 5 ലാംഗ്വേജ് ഡെവലപ്മെന്റ്. ടെക്സ്റ്റ് ബുക്ക് നോക്കിയോ എല്ലാവരും? ഓക്കെ, അപ്പോ ഈ ഒരു ചാപ്റ്ററിലേക്ക് കടക്കുന്നതിന് മുമ്പായിട്ട് നമുക്കൊരു ടേബിൾ ഡിസ്കസ് ചെയ്യാനുണ്ട് ലാംഗ്വേജ് ഡെവലപ്മെന്റിനെ കുറിച്ച് കേട്ടോ. ആ ടേബിൾ ആണ് ആദ്യം നമ്മൾ ഡിസ്കസ് ചെയ്യുക, അതിനുശേഷമായിരിക്കും നമ്മള് ഈ ഒരു ചാപ്റ്ററിലേക്ക് കടക്കുന്നത്. ഓക്കെ, അപ്പൊ ഞാൻ ആ ടേബിൾ ഇവിടെ എടുത്തിടാം. നിങ്ങൾ കുറച്ചു നേരം മനസ്സ് നല്ല കാമായിട്ട് ഇരുന്ന് ഒന്ന് ആ ഒരു ടേബിൾ ഒന്ന് റീഡ് ചെയ്തതിന് ശേഷം നമുക്ക് എന്താണെന്ന് അതിനകത്ത് ഡിസ്കസ് ചെയ്യാം കേട്ടോ. ഓക്കെ, അപ്പൊ ഞാൻ ആ ടേബിൾ എടുത്തിടാം. ഇതാണ് ടേബിൾ കേട്ടോ. ടേബിളിൽ പറഞ്ഞിരിക്കുന്നതെന്ന് വെച്ചാല് ബർത്ത് ടു, അതായത് ഒരു കുട്ടിയുടെ ബർത്ത് തുടങ്ങി ആ കുട്ടിക്ക് 5 വയസ്സാകുന്നത് വരെയുള്ള കുട്ടിയിൽ ഉണ്ടാകുന്ന ലാംഗ്വേജ് ഡെവലപ്മെന്റ് എങ്ങനെയാണ് ഓരോ ഘട്ടവും, അതായത് കുട്ടിയുടെ ആ ഒരു വളർച്ചാ സ്റ്റേജിൽ ഓരോ സ്റ്റേജും കടന്നു കഴിയുമ്പോൾ കുട്ടിക്ക് ഉണ്ടാകുന്ന ഡെവലപ്മെന്റ് എങ്ങനെയാണ്, അതും ലാംഗ്വേജിൽ എന്തൊക്കെ ഡെവലപ്മെന്റ് ആണ് ഉണ്ടാവുക എന്നാണ് ഈ ഒരു ടേബിളിൽ കൊടുത്തിരിക്കുന്നത് കേട്ടോ. ഓക്കെ,
എല്ലാവരും കാണുന്നുണ്ടോ? കാണുന്നുണ്ട് അല്ലേ? ഫൈവ് ഇയേഴ്സ് വരെ നിങ്ങൾ നന്നായിട്ട് വായിക്കുക. അതിനുശേഷം വായിച്ചു കഴിഞ്ഞതിന് ശേഷം തമ്പ് ചെയ്യാം കേട്ടോ.
പറ്റുമെങ്കിൽ നിങ്ങളൊന്ന് സ്ക്രീൻഷോട്ട് എടുത്ത് വെക്കുക കേട്ടോ. അയച്ചു കഴിഞ്ഞെങ്കിൽ തമ്പ് ചെയ്യാം. ഓക്കെ. ഓക്കെ, അപ്പൊ നമുക്കിത് ഡിസ്കസ് ചെയ്യാം. അതിനു മുമ്പ് രണ്ട് കാര്യങ്ങൾ ഞാൻ നിങ്ങളെ കാണിക്കാം. നിങ്ങൾ ഇത് എവിടെയെങ്കിലും കണ്ടിട്ടുണ്ടോ എന്ന് നോക്കണം കേട്ടോ. നിങ്ങൾ ചെയ്യേണ്ട വർക്കാണിത്. കാണുന്നുണ്ടോ? എന്താ ഇത് കണ്ടിട്ടുണ്ടോ എവിടെയെങ്കിലും? സ്പിന്നർ. ഇതിന് പറയുന്ന പേരാണ് പിക്ചർ വീൽ കേട്ടോ. പിക്ചർ വീല്. ഓക്കെ, അടുത്ത് കാണിക്കാൻ പറ്റുമോ നോക്കട്ടെ. മാം സൗണ്ട് ഇല്ല. മാം സൗണ്ട് ഇല്ലായിരുന്നു.
കേൾക്കാൻ പറ്റുന്നുണ്ടോ ഇപ്പോ? കേൾക്കാൻ പറ്റുന്നുണ്ടോ? പറ്റുന്നുണ്ട്. കേൾക്കുന്നുണ്ട്. ഞാനിപ്പോ ക്യാമറ എടുക്കുന്നില്ല, ഇങ്ങനെ തന്നെ കാണിക്കാം. ക്യാമറ എടുത്താല് എന്തോ ഒരു പ്രശ്നം വരുന്നുണ്ട്. ഓക്കെ, കാണാൻ പറ്റുന്നുണ്ടെന്ന് വിചാരിക്കുന്നു കേട്ടോ. ഓരോ പിക്ചറും ഞാനിവിടെ സൈഡിലായിട്ട് ഒട്ടിച്ചിട്ടുണ്ട്. അതായത് വലിയ വീലിലാണ് പിക്ചർ ഒട്ടിച്ചിരിക്കുന്നത്. ഓക്കെ, ഇത് ഞാൻ വേസ്റ്റ് കോഡാണ് ഇതിനു വേണ്ടി ഉപയോഗിച്ചിരിക്കുന്നത് കേട്ടോ. വേസ്റ്റ് കോഡ് നിങ്ങൾക്ക് വേണമെങ്കിൽ കുറച്ചുകൂടി നല്ലതാക്കാൻ വേണ്ടിയിട്ട്, അതായത് വേസ്റ്റ് കോഡിന്റെ പ്രശ്നം എന്ന് പറഞ്ഞാൽ വേസ്റ്റ് കോഡ് രണ്ട് ഒരേ ഷേപ്പിലുള്ള വേസ്റ്റ് കോഡ് ഗ്ലൂ ഉപയോഗിച്ച് ഒട്ടിച്ചു, പക്ഷെ അതിന്റെ ചില പാടുകൾ ഇതിനകത്ത് കാണാൻ പറ്റും. അപ്പൊ വേസ്റ്റ് കോഡിനേക്കാളും നല്ലത് നിങ്ങൾ ഈ കേക്ക് മുറിക്കുമ്പോൾ ഒരു റൗണ്ട് കിട്ടില്ലേ ലാസ്റ്റ്, കേക്ക് മുറിക്കുമ്പോ അതെടുക്കാണ് കൂടുതൽ നല്ലത് കേട്ടോ. അത് കിട്ടുവാണെങ്കിൽ അത് എടുക്കുക. ഓക്കെ, അപ്പൊ പിക്ചർ എന്ന് പറഞ്ഞാൽ ഇതിനകത്ത് ഞാനിപ്പോ ഫ്ലവർ ഒട്ടിച്ചിട്ടുണ്ട്, ട്രീ ഒട്ടിച്ചിട്ടുണ്ട്, അതുപോലെ തന്നെ എന്താ പറയാ ഫ്രൂട്ട്സും ഒട്ടിച്ചിട്ടുണ്ട്. നിങ്ങൾക്ക് ഇഷ്ടമുള്ള പിക്ചർ നിങ്ങൾക്ക് ഒട്ടിക്കാം. ഇന്നത് വേണമെന്ന് നിർബന്ധമില്ല, നിങ്ങൾക്ക് ഇഷ്ടമുള്ളത് ചെയ്യാം. അതിന്റെ വേർഡ് ഈ ചെറിയ വീലിനുള്ളിൽ സെറ്റ് ചെയ്യാം. ഓക്കെ, മനസ്സിലായെന്ന് വിചാരിക്കുന്നു. എന്നിട്ട് കുട്ടികൾക്ക് ഇത് കാണിച്ചു കൊടുക്കുമ്പോൾ കൃത്യമായിട്ട് ആ പിക്ചറിന്റെ നേരെ ആ വേർഡ് വരത്തക്ക രീതിയിൽ എന്ത് ചെയ്യാം, സെറ്റ് ചെയ്യുക. ഓക്കെ, അത് വരും കേട്ടോ. കറക്റ്റ് മെഷർമെന്റ് എടുത്ത് ചെയ്താൽ മതി. അതുപോലെ തന്നെ ഇത് നമുക്ക് ഇത് എന്താ പറയാ, ഞാനിപ്പോ ചെയ്തിരിക്കുന്നതെന്ന് വെച്ചാല് എനിക്ക് കുറച്ച് ലിമിറ്റേഷൻസ് ഉണ്ടായിരുന്നു. അതുകൊണ്ട് നമ്മുടെ ഈർക്കിലുണ്ടല്ലോ, ഈർക്കില് വെച്ചിട്ടാണ് ഇത് സെറ്റ് ചെയ്തിരിക്കുന്നത്. അസീന മ്യൂട്ട് ചെയ്യട്ടോ. അസീന ഞാൻ അറിഞ്ഞില്ല ഇപ്പഴാ കാണുന്നേ, സോറി. ഞാൻ എന്നിട്ട് ബാക്കില് റബ്ബർ ബാൻഡ് വെച്ചിട്ടാണ് ഇത് സെക്യൂർ ചെയ്തിരിക്കുന്നത്. അതിന്റെ ഇതിലാണ് ഇത് കറങ്ങുന്നത് കേട്ടോ. നിങ്ങൾക്ക് പലതരത്തിലുള്ള ഐഡിയാസ് ഉപയോഗിക്കാം കേട്ടോ. നമ്മുടെ യൂട്യൂബിലൊക്കെ വീഡിയോ അവൈലബിൾ ആണ് ഇതിന്റെ. അപ്പൊ അതൊന്ന് നോക്കുക നിങ്ങള്. ചിലവര് നമ്മുടെ പുതിയ ബാച്ചിലെ കുട്ടികൾ ഇത് ചെയ്തിട്ടുണ്ട്. ഏറ്റവും പുതിയ MP40 കുട്ടികള്, ഒരു കുട്ടി അതിനകത്ത് കർട്ടന്റെ എന്തോ പീസ് വെച്ചിട്ടാണ് ഇത് സെക്യൂർ ചെയ്തിരിക്കുന്നത്. പിന്നെ വേറൊരു കുട്ടി നമ്മുടെ കമ്മലുണ്ടല്ലോ, ഫാൻസി കമ്മലുണ്ടല്ലോ, അതിന്റെ ശങ്കീര് ഉപയോഗിച്ചിട്ടാണ് സെക്യൂർ ചെയ്തിരിക്കുന്നത്. അപ്പൊ പല ഇതിലൂടെ നിങ്ങൾക്ക് സെക്യൂർ ചെയ്യാം കേട്ടോ. അപ്പൊ എന്താന്ന് വെച്ചാൽ ആ പിക്ചർ അതിനനുസരിച്ച് വേർഡ്സ് എഴുതിയിട്ട് ഈ പിക്ചർ വീല് നിങ്ങൾ റെഡിയാക്കുക. ഓക്കെ, ടൈം ലിമിറ്റ് ഒന്നും ഞാൻ പറയുന്നില്ല. നിങ്ങൾ ഈ കോഴ്സ് ചെയ്യുന്നതിന് മുമ്പ്, ഇവിടെ പ്രാക്ടിക്കൽസിന് വരുന്നതിന് മുമ്പ് ഇതൊന്ന് ചെയ്ത് തീർക്കുക കേട്ടോ. അപ്പൊ ഇതാണ് പിക്ചർ വീല്. മനസ്സിലായെന്ന് വിചാരിക്കുന്നു. നെക്സ്റ്റ് വൺ എന്ന് പറയുന്നത് നമ്പർ വീലാണ് കേട്ടോ. നമ്പർ വീല് കാണുന്നുണ്ടോ ഇവിടെ? മാം ഇത് കാർഡ്ബോർഡ് വെച്ചാണോ ചെയ്തത്? അതെ, ഇത് ഞാൻ കാർഡ്ബോർഡ്, എന്റെ മോൻ ചെയ്തതാണ് കേട്ടോ, ഞാൻ ചെയ്തതല്ല, അവൻ ചെയ്തതാണ്. കാർഡ്ബോർഡ് വെച്ചിട്ട് ചെയ്തതാണ്. ഓക്കെ, അപ്പോ ഇതിന്റെ പ്രശ്നം എന്ന് പറഞ്ഞാൽ നമ്മൾ കാർഡ്ബോർഡ് വെച്ച് ചെയ്യുമ്പോഴേ, നമ്മൾ ഗ്ലൂ ഒട്ടിക്കുമ്പോൾ, ഫെവിക്കോള് ഒട്ടിക്കുമ്പോൾ സ്പ്രെഡ് ആകും ചാർട്ട് വെച്ചിട്ടാണ് ചെയ്യുന്നതെങ്കിൽ. അതുകൊണ്ടാണ് ഞാൻ പറഞ്ഞത് കേക്ക് ഉണ്ടല്ലോ, കേക്ക് മുറിക്കുന്ന ആ ഒരു റൗണ്ട് ഉണ്ടല്ലോ, അതാണെങ്കിൽ കുറച്ചും കൂടി നല്ലതാണ്. ഓക്കെ, അപ്പൊ അത് വെച്ചിട്ട് നിങ്ങൾ ചെയ്യാനായിട്ട് നോക്കുക. ഇത് നമുക്ക് 1 തുടങ്ങി 10 വരെ. കാണുന്നില്ലേ ഇതിനാ? ഒന്നും കാണുന്നില്ല. ഒന്നും കാണുന്നില്ലേ? പിൻ ചെയ്ത് വെക്കാൻ പറ്റുമോ? എന്താ സൗണ്ട് മാത്രം കേൾക്കാണ്ട്. കാണുന്നില്ല, ഒന്നും കാണുന്നില്ല നിങ്ങൾക്ക്? ആർക്കും കാണുന്നില്ലേ? ടേബിള് മാത്രം കാണുള്ളൂ. കാണാൻ പറ്റുന്നുണ്ട്. കാണുന്നുണ്ട്. ഓക്കെ ഓക്കെ, എനിക്ക് കാണാൻ പറ്റുന്നില്ല. എനിക്കും കാണാൻ പറ്റുന്നില്ല. നിങ്ങളൊന്ന് ലെഫ്റ്റ് ആയിട്ടൊന്ന് വീണ്ടും കയറി നോക്കൂ. ഞാനത് ചെയ്ത് നോക്കി, പിന്നെ ഇതുപോലെ തന്നെ കാണണേ. അതെയോ? അത് നമുക്ക് ഇതിന്റെ പേര് നമ്പർ വീൽ എന്നാണ് കേട്ടോ. നമ്പർ വീൽ. ഇതിനകത്ത് നമുക്ക് 1 തുടങ്ങി 9 വരെയോ 1 തുടങ്ങി 10 വരെയുള്ള നമ്പേഴ്സ് നമുക്ക് ഈ വീലിനുള്ളിൽ, ചെറിയ വീലിനുള്ളിൽ സെറ്റ് ചെയ്യാം. എന്നിട്ട് അതിനനുസരിച്ച് നമ്പർ എത്രയാണോ അതിനനുസരിച്ച് കൗണ്ട് ചെയ്യാനായിട്ട് കുട്ടികളെ കൗണ്ട് ചെയ്യാൻ പഠിപ്പിക്കുന്നതാ. ഓരോ കാര്യങ്ങൾ ഇവിടെ സെറ്റ് ചെയ്യാം. അപ്പൊ 1ന് നേരെയാണെങ്കിൽ എന്താണ്, ഞാനിവിടെ ഒരു ട്രയാങ്കിൾ ആണ് 1ന് നേരെ കൊടുത്തിരിക്കുന്നത്. നോക്കിയേ നിങ്ങള്. ഓക്കെ, 1ന് നേരെ ഒരു ട്രയാങ്കിൾ കൊടുത്തിട്ടുണ്ട്. 2ന് നേരെ 2 സർക്കിൾ ആണ് കൊടുത്തിരിക്കുന്നത്. 3ക്ക് നേരെ റെക്ടാങ്കിൾ ആണ് കൊടുത്തിരിക്കുന്നത്. 4 മാംഗോസ് ആണ്
ഇവിടെ വരച്ചിരിക്കുന്നത് കേട്ടോ. നിങ്ങൾക്ക് വേണമെങ്കിൽ പിക്ചർ ഒക്കെ ഒട്ടിക്കാം, പക്ഷെ അതിനനുസരിച്ച് എണ്ണം ഉണ്ടായിരിക്കണം. സ്റ്റാറുകളൊക്കെ ഉണ്ടല്ലോ, അതൊക്കെ നമുക്ക് ഇവിടെ ഒട്ടിക്കാം. പിന്നെ റൗണ്ടുകളൊക്കെ ഉണ്ടെങ്കിൽ അതിൻ്റെതായിട്ടുള്ള പിക്ചർ, സർക്കിൾസിന്റെ ഒക്കെ പിക്ചർ ഉണ്ടെങ്കിൽ അത് നിങ്ങൾക്ക് ഒട്ടിക്കാം. ഒട്ടിക്കുന്നതാണ് കൂടുതൽ നല്ലതെന്ന് എനിക്ക് തോന്നുന്നു. പിന്നെ കുട്ടികൾക്ക് മനസ്സിലാവണം കേട്ടോ. നമ്പേഴ്സ് കൗണ്ട് ചെയ്യാൻ വേണ്ടിയിട്ടാണ് ഇത് പ്രധാനമായിട്ടും ഉപയോഗിക്കുന്നത്. അങ്ങനെ കുട്ടികളെ പഠിപ്പിക്കുന്ന രീതിയാണ് കേട്ടോ. അപ്പൊ നമ്പർ വീലുണ്ട്, അതുപോലെ തന്നെ പിക്ചർ വീലും ഉണ്ട്. ഈ 2 തരം വർക്കുകൾ നിങ്ങൾ എന്തായാലും മസ്റ്റ് ആയിട്ട് ചെയ്തിരിക്കണം കേട്ടോ. ഓക്കെ, ക്ലിയർ ആയെന്ന് വിചാരിക്കും. മാം ഇത് അസൈൻമെന്റ് ആണോ അത് വർക്ക്ഷീറ്റ് ആണോ? ഇത് നിങ്ങൾക്ക് ചെയ്യേണ്ടതാണ്, എല്ലാ ബാച്ചിനും ചെയ്യിപ്പിക്കുന്നുണ്ട് കേട്ടോ. വർക്ക്ഷീറ്റ് പോലെ ചെയ്യാം. അസൈൻമെന്റ് എന്ന് പറയാൻ പറ്റില്ല, നമ്മൾക്ക് ഇത് കയ്യിൽ ചെയ്ത് വെക്കുക. ഓക്കെ, നിങ്ങൾ എന്തൊക്കെ വർക്കുകൾ ചെയ്തു ഈ ഒരു സമയം വരെ? എന്തൊക്കെ കാര്യങ്ങളാ ചെയ്തേ? സാൻഡ് പേപ്പർ, ആൽഫബറ്റ്സ്, സാൻഡ് പേപ്പർ, ലെറ്റേഴ്സ് ആൻഡ് നമ്പേഴ്സ്. പിന്നെ ചാർട്ടുകൾ ചെയ്തു. ഇമ്മ്യൂണിറ്റി ചാർട്ട്, കലോറി ചാർട്ട്. അത് ചെയ്തു അല്ലേ? സെമിനാർ അവതരിപ്പിക്കുന്നുണ്ട്. ഒരു പോസ്റ്റർ ചെയ്തായിരുന്നു, ഗുഡ് ഹാബിറ്റ്സ്. ഗുഡ് ഹാബിറ്റ്സിനെ കുറിച്ച് ഒരു പോസ്റ്റർ ചെയ്തായിരുന്നു. മാം ഇപ്പോ റെക്കോർഡ് ബുക്ക് സ്റ്റാർട്ട് ചെയ്തിട്ടുണ്ട്. സ്റ്റാർട്ട് ചെയ്തിട്ടുണ്ട്. അതെ അതെ മാം. ആരാണ് റെക്കോർഡ് എഴുതിപ്പിക്കുന്ന? ആരാണ്? ജിഷ മാം ആണ്. ഓക്കെ, ഫസ്റ്റ് എയ്ഡ് ബോക്സ് ചെയ്യാറുണ്ട്. അപ്പൊ ഇതും കൂടി ചെയ്യാട്ടോ. ഇത് ഞാൻ പറഞ്ഞു, നിങ്ങൾക്ക് ടൈം ലിമിറ്റ് ഒന്നും ഇല്ല. നിങ്ങൾ ഇവിടെ പ്രാക്ടിക്കലിന് വരുന്നതിന് മുമ്പായിട്ട്, പ്രാക്ടിക്കലിന് വരുന്നത് എന്തായാലും നിങ്ങളുടെ കോഴ്സ് അവസാനിക്കുന്ന ആ ഒരു സമയത്തിന് മുമ്പായിരിക്കാം. അപ്പോ ആ സമയത്തിനുള്ളിൽ ചെയ്യാൻ പറ്റുന്നവര് കയ്യിൽ കൊണ്ടുവരിക കേട്ടോ. ഇത് രണ്ടും ഓക്കെ. എല്ലാവർക്കും മനസ്സിലായെന്ന് വിചാരിക്കുന്നു കേട്ടോ. എന്തെങ്കിലും ഡൗട്ട് ഉണ്ടെങ്കിൽ യൂട്യൂബിൽ നിങ്ങൾ പിക്ചർ വീൽ ആൻഡ് നമ്പർ വീൽ എന്ന് ടൈപ്പ് ചെയ്താൽ മതി. അപ്പൊ പലതരത്തിലുള്ള വീഡിയോസ് കാണാം, അതനുസരിച്ച് നിങ്ങൾ ചെയ്യാം. ഓക്കെ, പ്രാക്ടിക്കല് ഓൺലൈൻ വഴിയല്ലേ? പ്രാക്ടിക്കലി ഇവിടെ വന്നിട്ടാ ചെയ്യുന്നത്. നിങ്ങൾ വരേണ്ട വരും. നമ്മള് ഓരോരുത്തരും ഓരോ സ്ഥലത്തല്ലേ, ഓരോ ഡിസ്ട്രിക്ട്. അങ്ങനെയല്ല, പക്ഷെ മുമ്പത്തെ ബാച്ചിനൊക്കെ ഇവിടെ വന്നിട്ട് ശനിയാഴ്ച ഒരു MP5 പ്രാക്ടിക്കൽസ് ആയിരുന്നു. ഇവിടെ വരേണ്ട വരും, നമ്മുടെ ഓഫീസിൽ വരേണ്ട വരും. അതാണ് ഏത് സ്ഥലം, ഡിസ്ട്രിക്ട്? ഞാനിപ്പോ തിരുവനന്തപുരത്താണ്. എറണാകുളം. അതെ, എറണാകുളം. എറണാകുളം. പക്ഷെ അത് ആരും പറഞ്ഞില്ല, എല്ലാം ഓൺലൈൻ എന്നാണ് ജിഷ മാം പറഞ്ഞത്. ഓൺലൈനിൽ നിങ്ങൾക്ക് കാണിച്ചു തരാൻ വരാം. പറ്റുന്നവർക്ക് വരാം, പറ്റാത്തവർക്ക് കമ്പനി ചെയ്യുന്നില്ല. പറ്റുന്നവർക്ക് വരാം, അത്രേ ഉള്ളൂ. ഓൺലൈൻ വഴി നിങ്ങൾക്ക് കാണിച്ചു തരും, അല്ലാതെ നിങ്ങൾക്ക് പ്രാക്ടിക്കൽ ക്ലാസ് ഇവിടെ വെക്കും. ഓക്കെ, അങ്ങനെയായിരിക്കും ഉണ്ടായിരിക്കുക. ഓക്കെ. ഇനി എന്തെങ്കിലും മാറ്റം ഉണ്ടെങ്കിൽ ആ സമയമാകുമ്പോ പറയൂ കേട്ടോ. ചിലപ്പോ നിങ്ങൾക്ക് ഓൺലൈൻ ആയിട്ട് മാത്രമാണെങ്കിൽ അങ്ങനെയും ഇവിടെ നിന്ന് ഇൻഫോം ചെയ്യുന്നതായിരിക്കും. ഓക്കെ. ഓക്കെ മാം. അപ്പൊ എല്ലാവരും ചെയ്യില്ലേ ഇത്? ആർക്കും ബുദ്ധിമുട്ടൊന്നുമില്ലല്ലോ ചെയ്യാനായിട്ട്? കുറച്ച് സമയം നമ്മൾ സ്പെൻഡ് ചെയ്യേണ്ടി വരും കേട്ടോ. കൂടുതലായിട്ട് കുറച്ച് മെനക്കേടാണ് ഇത് ഒട്ടിക്കാനും അതുപോലെ കട്ട് ചെയ്തെടുക്കാനും ഒക്കെ. ഓക്കെ, അപ്പോ ട്രെയിനിങ്ങിനൊക്കെ പോകുന്ന സമയത്ത് നിങ്ങൾക്ക് ഇത് കൊണ്ടുപോകാൻ വേണമെങ്കിൽ കേട്ടോ. ഓക്കെ, ആ ഒരു ബെനിഫിറ്റും കൂടി ഇതിനുണ്ട്. മിസ് ഇതിന് മാർക്ക് ഉണ്ടോ? പ്രാക്ടിക്കൽസിനാണോ? വൈവ സമയത്ത് മാർക്ക് ഇടും. ഇതനുസരിച്ച് നിങ്ങൾ ചെയ്ത വർക്ക് അനുസരിച്ച് മാർക്ക് കിട്ടും നമുക്ക് കേട്ടോ. ഓക്കെ, വൈവയ്ക്കാണ് മാർക്ക് ഉണ്ടാവുക. നിങ്ങളുടെ മാർക്ക് ഷീറ്റിൽ സെപ്പറേറ്റ് ആയിട്ട് ഉണ്ടാകും നിങ്ങളുടെ ഓരോന്നിന്റെയും മാർക്കുകൾ. ഓക്കെ, അപ്പൊ നമുക്ക് നോക്കാം അല്ലേ? ഒരാളോട് ഞാൻ ചോദിക്കും, അതിനനുസരിച്ച് എല്ലാവരും റിപ്ലൈ ചെയ്യാം കേട്ടോ. ഓക്കെ, ഓരോരുത്തരോടായിട്ട് ചോദിക്കാം. ഫസ്റ്റത്തെ ആരാ പറയാ? ബർത്ത് ടു 5 months വരെ കുഞ്ഞുങ്ങളുടെ ലാംഗ്വേജ് ഡെവലപ്മെന്റ് ആരാണ് പറയാ? വായിക്കാനാണോ? അതെ, വായിച്ചിട്ടും എക്സ്പ്ലെയിൻ ചെയ്യണം. ഞാൻ പറയാം. ആ, ബർത്ത് ടു
പേരെന്തായിരുന്നു? റസിയ. റസിയ. ഓക്കെ. റസിയുടെ വീട് എവിടെയാ? വീട് തിരുവനന്തപുരം. തിരുവനന്തപുരത്താണ് അല്ലേ? വരെയൊക്കെ വരണമെന്ന്. Birth to 5 months. Coos vocalizes pleasure and displeasure sounds differently. Laugh, giggles, cries, or fuses. Makes noise when talked to. സൗണ്ടുകൾ പുറപ്പെടുവിക്കുന്നതാണ്. സന്തോഷമായാലും കരച്ചിലായാലും ചിരിയുടെ, കരച്ചിലിന്റെ, അങ്ങനെ ഓരോ സൗണ്ടുകൾ 0 to 5 months കുട്ടികൾ കാണിക്കും. ഓരോ സൗണ്ടുകൾ പുറപ്പെടുവിക്കും. അതാണ്, വേറൊന്നുമില്ലല്ലോ. അതാണ് മനസ്സിലായത് അല്ലേ? ഓക്കെ. അപ്പോ കുഞ്ഞ് ജനിച്ചു കഴിഞ്ഞ് ഉടനെ തന്നെ എന്താണ് കുഞ്ഞിന് ഉണ്ടാവുക? കരച്ചിൽ, കരയും. കരയും അല്ലേ? ഓക്കെ. അതുപോലെ തന്നെ ചില മൂളക്കങ്ങളോ ശബ്ദങ്ങളോ ഒക്കെ പുറപ്പെടുവിക്കാറുണ്ട് അല്ലേ? ഇല്ലേ? ജനിച്ച ഉടനെ തന്നെ ഞെരിങ്ങലുകൾ എന്ന് പറയും നമ്മൾ അല്ലേ? അതായത് ചില സൗണ്ടുകൾ, അതിനെയാണ് കൂസ് എന്ന് പറയുന്നത് കേട്ടോ. ചില ഞെരുക്കങ്ങൾ കുഞ്ഞുങ്ങളുടെ വായിൽ നിന്ന് നമുക്ക് കേൾക്കാനായിട്ട് പറ്റും. ഓക്കെ. അതായത് മൂളുന്നത് പോലെയോ അല്ലെങ്കിൽ ഞെരുക്കങ്ങൾ പോലെയോ അങ്ങനെയുള്ള കാര്യങ്ങൾ അറിയാനായിട്ട് പറ്റും. ദാറ്റ് ഈസ് കൂസ്. പിന്നെ അതുപോലെ തന്നെ സന്തോഷമാണെങ്കിലോ അല്ലെങ്കിൽ സങ്കടമാണെങ്കിലോ അത് വ്യത്യസ്തമായിട്ട് ശബ്ദിക്കുന്നു. ഇപ്പൊ സന്തോഷം വരുമ്പോഴാണെങ്കിൽ നിങ്ങൾക്കറിയാം, പിറന്നു വീഴുന്ന ഒരു കുഞ്ഞ് അല്ലെങ്കിൽ പിറന്നു വീഴുന്ന 5 months വരെയുള്ള കുഞ്ഞുങ്ങള് അവർക്ക് പലതരത്തിലുള്ള എന്താ പറയാ സന്തോഷമുള്ള എന്താ പറയാ സിറ്റുവേഷൻസ് ഉണ്ടാകാം, അല്ലെങ്കിൽ ഭയങ്കരമായിട്ട് കരയേണ്ടി വരുന്ന സാഹചര്യങ്ങളൊക്കെ ഉണ്ടാവാം. അപ്പൊ ഇത് രണ്ടും എന്ത് ചെയ്യുന്നുണ്ട്, അവരെന്താണോ സിറ്റുവേഷൻസ് അതിനനുസരിച്ച് വ്യത്യസ്തമായിട്ടാണ് ശബ്ദിക്കുന്നത്. പിന്നെ അതുപോലെ തന്നെ കരച്ചിലുകൾ ഉണ്ടാവാം. പിന്നെ അതുപോലെ തന്നെ ചെറിയ ഫീസസ് എന്ന് പറഞ്ഞ കലഹങ്ങൾ ഉണ്ടാകാം. അപ്പൊ ഇത്തരത്തിലുള്ള കാര്യങ്ങളൊക്കെ സംസാരിക്കുമ്പോൾ അല്ലെങ്കിൽ അവരുടെ ആ ഒരു ത്രോട്ടിൽ നിന്ന് ഉണ്ടാവും. ഓക്കെ. അപ്പൊ ചെറിയ രീതിയിലാണ് ഉണ്ടാവുക. വലിയ രീതിയിൽ ഉണ്ടാകുന്നത് എപ്പോഴും കരച്ചിലാണ്. ഭയങ്കരമായിട്ട് കുഞ്ഞുങ്ങൾക്ക് കരച്ചിൽ ഉണ്ടാകാം ഈ സമയത്ത് അല്ലെ? 5 മാസം വരെ എന്ന് പറഞ്ഞാൽ നമുക്ക് അറിയാൻ പറ്റും. പിന്നെ ഇഷ്ടമുള്ള കാര്യങ്ങൾ കാണുമ്പോഴോ അല്ലെങ്കിൽ എന്താ പറയുക ഇഷ്ടമില്ലാത്ത കാര്യങ്ങൾ കാണുമ്പോഴോ ഒക്കെ ഭയങ്കരമായിട്ട് കരയുകയോ അല്ലെങ്കിൽ ചിരിക്കുകയോ അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ ഉണ്ടാവാം. നിങ്ങൾ കണ്ടിട്ടുണ്ടാവുമല്ലോ. നിങ്ങൾക്ക് എല്ലാവർക്കും എക്സ്പീരിയൻസ് ഉണ്ടാവും എന്ന് വിചാരിക്കുന്നു അല്ലെ? എന്താണ് അതിന്റെ എക്സ്പീരിയൻസ്? ജനിച്ചു തുടങ്ങി 5 മാസം വരെയുള്ള കുഞ്ഞുങ്ങളിലെ ഒന്ന് പറയാമോ? കൂടുതലായിട്ടും കരച്ചിലായിരിക്കും എന്ത് കാര്യത്തിനും. പിന്നെ മിസ് പറഞ്ഞ പോലെ ഇങ്ങനെ ചെറിയ ഞെരുക്കങ്ങളോ അങ്ങനെയുള്ള സൗണ്ട്സ്, അല്ലാതെ ചിരിയൊന്നും ആ സമയത്തൊന്നും. പിന്നെ 5 മാസം ആവാറാവുമ്പോഴത്തേക്കായിരിക്കും ചിരിക്കുള്ള ആക്ഷൻസ് ഒക്കെ വരുന്നത്. അല്ലാതെ കരച്ചിലായിരിക്കും കൂടുതലായിട്ടും. എന്തിനു വേണ്ടിയിട്ടാണെങ്കിലും കരച്ചിലായിരിക്കും കൂടുതലായിട്ടും. പിന്നെ മിസ് പറഞ്ഞത് ചെറിയ ഞെരുക്കങ്ങള്, അങ്ങനെ അനക്കങ്ങൾ, അങ്ങനെയൊക്കെയുള്ള ഇതാണ് ആദ്യത്തെ കുറച്ച് സമയങ്ങളിലൊക്കെ കുട്ടികൾക്ക് ഉണ്ടാവുന്നത്. അല്ലേ? അതെ. കരച്ചിൽ തന്നെ. എന്താ ഐഷത്ത്, റൈഹാന? എനിക്ക് ട്വിൻസ് ആയിരുന്നു. 6 വയസ്സായി. കരച്ചിൽ തന്നെയായിരുന്നു. ഉറങ്ങിയിട്ടില്ല. അവർക്ക് ഉറക്കം കുറവായിരുന്നു. എന്റെ മോക്ക് ഇപ്പൊ 5 മാസമായി മിസ്സേ. കരച്ചിലാണ്. പിന്നെ ചിരിക്കുകയൊക്കെ ചെയ്യും. പിന്നെ എടുക്ക അമ്മ എന്ന് പറയാം, അമ്മ എന്നൊക്കെ പറയാറുണ്ട്. രാത്രി ഒന്നും ഉറക്കമില്ല. 1 മണി 2 മണിയൊക്കെ ഉറങ്ങുമ്പോ. അമ്മ എന്ന് എപ്പോഴും പറയണ്ട്. എപ്പോഴും കരയുമ്പോഴായാലും അമ്മ എന്ന് ഇങ്ങനെ പറയും. പിന്നെ ആരെടുത്താലും ചിരിക്കുകയൊക്കെ ചെയ്യും. അങ്ങനെയാ. അങ്ങനെയാണല്ലേ? ശരി മിസ്. സെയിം പേരാണ് എന്റെ കേട്ടോ. അറിയാം. അറിയാം. താങ്ക് യു മാം. ഓക്കെ. അപ്പൊ നമുക്കറിയാം കുഞ്ഞുങ്ങൾ ഇപ്പൊ ഉറക്കത്തിൽ കിടന്ന് ചിരിക്കുന്നതൊക്കെ നമുക്ക് കാണാനായിട്ട് പറ്റില്ലേ? കുഞ്ഞുങ്ങള് ആ ഒരു സമയത്ത് കരയുന്നത്, ചിലപ്പോ കരയുന്നത് കാണാൻ പറ്റും. ഉറക്കത്തില് ചിരിക്കുന്നത് കാണാം. അപ്പൊ അത്തരത്തിലുള്ള കാര്യങ്ങൾ, അതായത് ചില സ്വപ്നങ്ങൾ കാണുന്നതോ അങ്ങനെയുള്ള കാര്യങ്ങളാണ് തോന്നുന്നത്. നല്ല രസമാണത് കാണാനല്ലേ? കുഞ്ഞുങ്ങൾ ഉറക്കത്തില് ആയിരിക്കുമ്പോൾ ചിരിക്കുന്നതും കരയുന്നതും ദൈവം കളിപ്പിക്കണമെന്ന് പറഞ്ഞു കേട്ടിട്ടുണ്ട്. എന്താണ് ശ്രുതി? ദൈവം കളിപ്പിക്കുന്നതാണ്. പിന്നെ ദൈവം ഇടയ്ക്ക് പിച്ചുന്നതാണ്, പിച്ചി കൊടുക്കുന്നതാണെന്നൊക്കെ കേട്ടിട്ടുണ്ട്.
ഓക്കെ. അപ്പോ ആ കാര്യങ്ങളൊക്കെ നമുക്ക് ഈ ഒരു സമയത്താണ് കാണാനായിട്ട് കഴിയുക. അപ്പൊ നമ്മള് പാരന്റ്സ് ഓരോ സമയവും ഭയങ്കര എക്സൈറ്റ്മെന്റ് ആയിരിക്കും അല്ലെ, അവരെന്തൊക്കെയാണ് ചെയ്യുന്നത്, അവരെന്തൊക്കെയാണ് കാണിക്കുന്നത് എന്നൊക്കെ അറിയാൻ വേണ്ടിയിട്ട് നമ്മൾക്ക് ഭയങ്കര ക്യൂരിയോസിറ്റി ഉണ്ടാകും. ഓക്കെ. അപ്പൊ ഇപ്പോഴത്തെ കാലത്തൊക്കെ ആണെങ്കിൽ ഓരോരുത്തർ വീഡിയോ എടുക്കും, കുഞ്ഞ് എന്താണ് ചെയ്യുന്നത്, കുഞ്ഞ് എന്തെങ്കിലും ശബ്ദം ഉണ്ടാക്കുന്നുണ്ടോ അല്ലെങ്കിൽ ആക്ഷൻസ് ഉണ്ടോ. പണ്ട് കാലത്തൊന്നും ഇത് അവൈലബിൾ ആയിരുന്നില്ല അല്ലെ. അപ്പൊ ഞാൻ ഫുൾ ടൈം വീഡിയോ ഒക്കെ എടുക്കാറുണ്ട്, എപ്പോഴും എടുക്കും, ഫോട്ടോയും വീഡിയോസ് ഒക്കെ എടുക്കാറ്. നമുക്ക് പിന്നെ ഒന്നും കാണാൻ പറ്റില്ലല്ലോ വലുതായി കഴിഞ്ഞാൽ, അതുകൊണ്ട് എപ്പോഴും എടുക്കാറുണ്ട് വീഡിയോസ് ഒക്കെ. എപ്പോഴും എടുക്കാറുണ്ട് അല്ലെ. അമ്മമാരെ സൗണ്ട് തിരിച്ചറിയുന്നില്ല ചില കുഞ്ഞുങ്ങള്. അമ്മമാരുടെ സൗണ്ട് തിരിച്ചറിയും അല്ലെ. ഞാനൊക്കെ ശബ്ദം ഉണ്ടാക്കാതെ റൂമൊന്ന് പുറത്തിറങ്ങുമ്പോ ഉണർന്നിരിക്കുന്നുണ്ടെങ്കിലൊക്കെ സൗണ്ട് കേട്ടാ തുടങ്ങും കരയാൻ. ഇതിൽ നിന്ന് വ്യത്യസ്തമായിട്ട് ആർക്കെങ്കിലും ഉണ്ടോ? ഇപ്പൊ കുറെ കാര്യങ്ങൾ കുറെ അധികം ആളുകൾ ഡിസ്കസ് ചെയ്തല്ലോ, എന്തെങ്കിലും വ്യത്യസ്തമായിട്ട് ആർക്കെങ്കിലും എക്സ്പീരിയൻസ് ഉണ്ടാവും? 5 മാസം വരെയുള്ള കുഞ്ഞുങ്ങളുടെ എന്തെങ്കിലും ഒരു കാര്യം നിങ്ങൾ നോട്ട് ചെയ്തിട്ടുണ്ടോ? ഇല്ല. മാം ഞാൻ രശ്മിയാണേ. എനിക്ക് 2 മക്കളാണ്. മൂത്ത ആൾക്ക് ഇപ്പൊ 10 വയസ്സാവാൻ പോണു, രണ്ടാമത്തെ ആൾക്ക് 3 വയസ്സാവാൻ പോണു. ഇവരുടെ എല്ലാവരുടെയും രണ്ടുപേരുടെയും പണ്ട് മുതൽ കുഞ്ഞ് ജനിച്ച അന്ന് മുതലുള്ള ഫോട്ടോസും വീഡിയോസും ഒക്കെ നമ്മൾ എടുത്തു വെച്ചിട്ടുണ്ട്. അപ്പൊ ഇന്ന് 10 വയസ്സുകാരന് അത് കാണിച്ചു കൊടുക്കുമ്പോ ഇത് ഞാനാണോ, ഇത് ഞാനല്ല, ഇത് വേറെ ഏതോ കുട്ടിയാന്നൊക്കെ ഇങ്ങനെ പറയും. അപ്പൊ ആദ്യത്തെ മോനുണ്ടായപ്പോ എനിക്കന്ന് 21 വയസ്സായിരുന്നു. ഒന്നും അറിയില്ല മാം. ഈ പറയുന്ന കണക്ക് ഈ ഇവിടുത്തെ സദാചാരം അറിയാലോ, കുട്ടികളെ കുളിപ്പിക്കുന്ന രീതി അതും ഇതും ഭയങ്കര ബുദ്ധിമുട്ടാണ്. നാട്ടിൻപുറമൊക്കെ ആയതുകൊണ്ട് എല്ലാരും പറയുന്ന അനുസരിച്ച് നമ്മൾ കേട്ടു. രണ്ടാമത്തെ കുട്ടി ജനിച്ചത് ഒരു 29ാമത്തെ വയസ്സിലാണ്. അപ്പൊ നമുക്കറിയാം ഇന്നത് ചെയ്തുകൂടാ, ഇന്ന സമയം വരെ നമ്മൾ പ്രഡിക്റ്റ് ചെയ്യണം കുട്ടി കരയും. അപ്പൊ 3 മാസം വരെ എന്റെ ഇളയ കുട്ടിയുടെ കാര്യം 3 മാസം വരെ ഭയങ്കര കരച്ചിലായിരുന്നു. അപ്പൊ ഡോക്ടറിന്റെ അടുത്ത് കാണിച്ചപ്പോ അത് കോളിക് പെയിൻ ആണ്, നമ്മള് കമത്തി കിടത്തണം എന്നൊക്കെ പറയും. നമ്മൾ പണ്ടൊക്കെ കുട്ടികളെ കമത്തി കിടത്തത്തില്ലല്ലോ, അവര് തന്നെ കമരട്ടെ എന്നല്ലേ കരുതുന്നേ. ഇപ്പൊ അവരെ കമത്തി കിടത്തണം. ജനിച്ച അന്ന് മുതൽ നമ്മൾ ബെർപ്പ് ചെയ്യണം, പാല് കുടിച്ചു കഴിഞ്ഞാൽ ബെർപ്പ് ചെയ്യണം. അത് കഴിഞ്ഞിട്ട് അവർക്ക് നമ്മള് ടമ്മി ടൈം കൊടുക്കണമെന്ന് പറയും. പിന്നെ മരുന്ന് അങ്ങനെയുള്ളതൊന്നും ഞാൻ കൊടുത്തിട്ടില്ല മാം. ഞാൻ ഡോക്ടർ പറയുന്നതിനനുസരിച്ച് തന്നെ പ്രവർത്തിച്ചിട്ടുള്ളൂ. 6 മാസം വരെ ബ്രസ്റ്റ് ഫീഡിങ് മാത്രമായിരുന്നു, വെള്ളം പോലും കൊടുത്തിട്ടില്ല. അപ്പൊ നമുക്കവിടെ ക്ലാസ്, ഞാൻ NS ഹോസ്പിറ്റലിലായിരുന്നു, അവിടെ ക്ലാസ് തരും. നിങ്ങൾ വെള്ളം കൊടുക്കണമെന്നൊക്കെ മുതിർന്നവർ പറയും, കൊടുക്കരുത്, 6 മാസം വരെ വെള്ളം കൊടുക്കരുത്. മുലപ്പാല് തന്നെ 2 ആയിട്ടാണ് വരുന്നത്. ആദ്യം വരുന്നത് ഹിൻഡ് മിൽക്ക്, പിന്നെ വരുന്നത് യഥാർത്ഥ ബ്രസ്റ്റ് മിൽക്ക്. അപ്പൊ ആ ഹിൻഡ് മിൽക്കിൽ തന്നെ അവർക്ക് വെള്ളം കിട്ടും. പോഷണങ്ങൾ മൊത്തം 2ാമത്തെ മിൽക്കിലാണ് കിട്ടുന്നത്. 20 മിനിറ്റോളം നമ്മൾ ഫീഡ് ചെയ്യണം. 20 മിനിറ്റ് ആവുമ്പോൾ മാത്രമേ കുട്ടിക്ക് യഥാർത്ഥ പാല്, പോഷണങ്ങളുള്ള പാല് കിട്ടുള്ളൂ. ഇങ്ങനെയൊക്കെ പറഞ്ഞ് എനിക്ക് സത്യം പറഞ്ഞാൽ ഈ ഇളയ കുട്ടിയാണ് ഞാൻ വളർത്തിയതെന്ന് ഞാൻ പറയുള്ളൂ. ബാക്കിയെല്ലാം മൂത്ത കുട്ടിയെ മുതിർന്നവർ പറയുന്ന അനുസരിച്ചാണ് ഞാൻ വളർത്തിയത്. പക്ഷെ ഇപ്പം എനിക്ക് ഭയങ്കര സാറ്റിസ്ഫാക്ഷൻ ആ കാര്യം. അവന്റെ എല്ലാ കാര്യങ്ങളും ഞാൻ തന്നെയാണ് നോക്കിയിട്ടുള്ളത്. അതായത് എല്ലാ 6 മാസം വരെ ബ്രസ്റ്റ് ഫീഡ് മാത്രം. അപ്പൊ 3 മാസം വരെ അവൻ ഭയങ്കര കരച്ചിലായിരുന്നു. അപ്പൊ ഡോക്ടർ എൻ്റെ അടുത്ത് പറഞ്ഞായിരുന്നു, കോളിക് പെയിൻ ആണ്, നിങ്ങൾ ഒന്നും കൊണ്ടും പേടിക്കണ്ട. നമ്മൾ ഈ പ്രസവരക്ഷയ്ക്ക് വേണ്ടി വേണ്ടാത്ത കുറെ ഇലകളൊക്കെ അരച്ചിട്ട് കുറുക്കൊക്കെ ഉണ്ടാക്കി തരും. അതൊക്കെ കുട്ടികൾക്കാണ് ആ കോളിക് പെയിൻ ആയിട്ട് വരുന്നത്. അപ്പൊ പരമാവധി നമ്മൾ ഇപ്പൊ കേട്ടോണ്ടിരിക്കുന്ന ആരെങ്കിലും ഗർഭിണികൾ ഉണ്ടെങ്കിൽ പാഠമായിക്കോട്ടെ, നിങ്ങൾ ഈ പറയുന്ന കുറുക്ക് മരുന്നൊന്നും കഴിക്കാൻ നിൽക്കരുത്. അതുകൊണ്ട് നമുക്കും പ്രയോജനമില്ല, കുഞ്ഞുങ്ങൾക്കും പ്രയോജനമില്ല. ഓക്കെ മാം, ഇതാ അനുഭവം. ഓക്കെ താങ്ക് യു രിഷു പറഞ്ഞത് എല്ലാരും കേട്ടോ? യെസ് മാം. അപ്പോ അതാണ് ബർത്ത് ടു 5 മന്ത്സ് ഉള്ളവര് എന്ന് പറഞ്ഞല്ലോ, എല്ലാവർക്കും അറിയാം, എക്സ്പീരിയൻസ് ഉള്ള കാര്യമാണ്. പലതരത്തിലുള്ള ശബ്ദങ്ങൾ ഉണ്ടാക്കാനായിട്ട് തുടങ്ങുന്ന ഒരു സമയമാണിത്, ഈ ഒരു ബർത്ത് ടു 5 മന്ത്സ് എന്ന് പറയുന്നത്. ക്രൈക്സ്, അതുപോലെ ലാഫ്സ്, ഗിഗിൾസ്, അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെയാണ് കൂടുതലായിട്ട് ഉണ്ടാവുക. ദെൻ 2ാമത്തെ പോയിന്റ് 6 to 11 മന്ത്സ്, അതായത് കുട്ടിക്ക് 6 മാസം തുടങ്ങി 11 മാസം വരെയുള്ള ആ ഒരു സ്റ്റേജിൽ ഉണ്ടാകുന്ന ലാംഗ്വേജ് ഡെവലപ്മെന്റ് എങ്ങനെയാണ് നമുക്ക് നോക്കാം. ഒരാളൊന്ന് വായിച്ചേ. ആരാ വായിക്കുക? ഞാൻ വായിക്കാം. 6 to 11 months. Understand no. Babbles, say ba ba ba.
Say mama or dada without meaning. Tries to communicate by action or gestures. Tries to repeat your sound. Say first word. അത് നോ നോ എന്നുള്ളത് മനസ്സിലാക്കുക ആദ്യം. പിന്നെ ബാബിൾസിംഗ് ആയിരിക്കും, ബാബ പോലുള്ള സൗണ്ടുകളായിരിക്കും പറയുന്നത്. പിന്നെ മാമ ഡാഡ പോലുള്ള മീനിങ് ഇല്ലാത്ത വേർഡുകൾ പറയും. നമ്മൾ ആക്ഷൻസിലൂടെയും ഗസ്റ്റേഴ്സിലൂടെയും കമ്മ്യൂണിക്കേറ്റ് ചെയ്യാനായിട്ട് ശ്രമിക്കും. പിന്നെ നമ്മൾ പറയുന്ന സൗണ്ട് അവർ റിപ്പീറ്റ് ചെയ്യാനായിട്ട് ശ്രമിക്കും. പിന്നെ ആദ്യത്തെ വേർഡ് പറയാനായിട്ട് ശ്രമിക്കും അവര്. അല്ലെ? ഓക്കെ. അതായത് അണ്ടർസ്റ്റാൻഡ്സ് നോ നോ, അതായത് ചില കാര്യങ്ങൾ നിഷേധിക്കാനായിട്ട് തുടങ്ങും, അവോയ്ഡ് ചെയ്യാനായിട്ട് തുടങ്ങും. ഇപ്പൊ നമ്മൾ കുറുക്ക് എന്തെങ്കിലും കൊടുക്കുമ്പോഴോ അല്ലെങ്കിൽ എന്തെങ്കിലും ഒരു കാര്യം, വെള്ളം എന്തെങ്കിലും കൊടുക്കുന്ന സമയത്തൊക്കെ വേണ്ട എന്നാണെങ്കിൽ അവര് നിഷേധിക്കും, അതായത് തലയാട്ടാനായിട്ട് തുടങ്ങും. ചില കാര്യങ്ങൾ കുഞ്ഞുങ്ങൾക്ക് കൊടുക്കുമ്പോൾ കണ്ടിട്ടില്ലേ, ചില കുഞ്ഞുങ്ങൾ കഴിക്കാത്തത് കണ്ടിട്ടില്ലേ, തലയാട്ടുന്നത് കണ്ടിട്ടില്ലേ, വേണ്ട എന്നുള്ള രീതിയിൽ. ഓക്കെ. അപ്പൊ ആ ഒരു കാര്യം കുഞ്ഞ് മനസ്സിലാക്കാനായിട്ട് തുടങ്ങുന്നു. കുഞ്ഞിന് ഇഷ്ടമില്ലാത്ത കാര്യം എന്താണോ അത് വേണ്ട എന്ന് ഉള്ള ആക്ഷൻ കാണിക്കാനായിട്ട് കുട്ടി തുടങ്ങുന്ന ഒരു സമയമാണത്. ഓക്കെ. പിന്നെ അതുപോലെ തന്നെ ബാബിൾ സേഫ് ബാബാബ, ബാബിൾ സൗണ്ട് പ്രൊഡ്യൂസ് ചെയ്യാൻ തുടങ്ങും. ബാബിൾ സൗണ്ട് എന്ന് പറഞ്ഞാല് അതായത് കുഞ്ഞുങ്ങളുടെ വായിൽ നിന്ന് തുപ്പല് വരും. ശ്രദ്ധിച്ചിട്ടുണ്ടോ നിങ്ങൾ? ഉമിനീര് കൂടുതലായിട്ട് പ്രൊഡ്യൂസ് ചെയ്യും. ആ ഉമിനീര്, അതായത് തുപ്പല് പുറത്തേക്ക് വരും. അതോടൊപ്പം തന്നെ അവര് സൗണ്ടുകളും പറയാൻ തുടങ്ങും. അപ്പൊ പൊട്ടുന്നത് പോലെ കേൾക്കാൻ പറ്റും നമുക്ക്, ഇല്ലേ? കേട്ടിട്ടുണ്ടോ എല്ലാവരും? എന്താണ്? വണ്ടി ഓടിക്കുന്ന സൗണ്ട് സൗണ്ട്. അതായത് അത് പുറത്തേക്ക് വന്നിട്ട് പലതരത്തിലുള്ള ശബ്ദങ്ങൾ, അതിനെ ബാബിൾ സൗണ്ട് എന്ന് പറയുന്നത് കേട്ടോ. പലതരത്തിലുള്ള ശബ്ദങ്ങൾ ഉണ്ടാക്കുന്നു. അവർക്ക് ഇഷ്ടമുള്ള രീതിയിൽ ചിലപ്പോ കളിക്കുമായിരിക്കാം, അല്ലെ? കയ്യും കാലൊക്കെ ഇട്ട് അടിച്ച് കളിക്കില്ലേ ഈ സമയത്ത് കുഞ്ഞുങ്ങള്? ഓക്കെ. അപ്പൊ തനിയെ തന്നെ കളിക്കുകയാണെങ്കിൽ മേളിൽ എന്തെങ്കിലും കളിപ്പാട്ടങ്ങളൊക്കെ കെട്ടിയിട്ടുണ്ടെങ്കിൽ അതിൽ നോക്കിയിട്ട് ഈ ബാബിൾ സൗണ്ട് പ്രൊഡ്യൂസ് ചെയ്യാനായിട്ട് തുടങ്ങും. ഓക്കെ, ദാറ്റ്സ് ബാബാബ. ഓക്കെ. പിന്നെ അതുപോലെ തന്നെ മാമ ഡാഡ, അതായത് അച്ഛനമ്മ. ചിലവര് പാപ്പ എന്നായിരിക്കാം വിളിക്കുന്നത്, ചില മാന്ന് മാത്രമായിരിക്കാം വിളിക്കുന്നത്. വാവേ, ഒരു വാവ നമ്മുടെ സ്ക്രീനിൽ വന്നിട്ടുണ്ട് കേട്ടോ. ഹായ്, നോക്കുകയാണല്ലേ? ഹായ്, ചിരിക്കുന്നുണ്ടോ? ചിരിക്കുന്നുണ്ട്. എന്താ പറയുന്നേ? നോക്കിയിരിക്കുവാണ്. ഇത് നോക്കിയിരിക്കുക, ക്ലാസ് നോക്കിയിരിക്കുകയാണ്. ഇപ്പൊ എത്ര മാസമായി അശ്വതി? ഇപ്പൊ 5 മാസം കഴിഞ്ഞ് ജൂലൈ 3 വരുമ്പോ 6 മാസത്തിലോട്ട് കടക്കും. 6 മാസത്തിലോട്ട് കിടക്കും അല്ലേ? ഓക്കെ. അപ്പോ അതുപോലെ തന്നെ മാമ ഡാഡ വിത്തോട്ട്, അവർക്ക് മീനിങ് അറിയില്ല, എന്താണ് അവർ പറയുന്നതിന്റെ അർത്ഥം എന്ന് അവർക്ക് അറിയില്ല. പക്ഷെ അവർക്ക് ആദ്യം വരുന്ന വാക്കെന്ന് പറയുന്നത് അവരുടെ അച്ഛനമ്മമാരെ കുറിച്ചിട്ടാണ്, അല്ലെ? അമ്മയെയോ അച്ഛനെയോ. എന്റെ കൊച്ചു ആദ്യം പറഞ്ഞത് ഇങ്ക് എന്ന് പറഞ്ഞത്, അതായത് പാല്. പാലല്ലേ? ചില പിള്ളേർ അങ്ങനെ പറയും, ഇങ്ക് എന്നായിരിക്കും പറയുക. അത് വേർഡായിട്ടാ പറയുന്നത് കേട്ടോ. അതുപോലെ തന്നെ അച്ഛനാണെങ്കിലും അമ്മയാണെങ്കിലും അവരെ നോക്കിയിട്ട് മായെന്നോ പായെന്നോ ഒക്കെ അവര് വിളിക്കാനായിട്ട് തുടങ്ങും. ഫുൾ വേർഡായിട്ട് പറയണം എന്നില്ല. ഈ ഒരു എന്താ പറയാ, ലെറ്റർ ഉള്ള ഇത് വെച്ചിട്ടായിരിക്കും ചിലപ്പോ എന്ത് ചെയ്യുക, അവരത് വിളിക്കുക. അവർക്ക് അതിന്റെ മീനിങ് അറിയില്ല. പക്ഷെ അവരുടെ വായിൽ നിന്ന് ആദ്യം വരുന്നത് മാമ ഡാഡ പാപ്പ അങ്ങനെയുള്ള വേർഡ്സ് ആയിരിക്കാം വരുന്നത് കേട്ടോ. പിന്നെ അതുപോലെ തന്നെ നമ്മളോട് കമ്മ്യൂണിക്കേറ്റ് ചെയ്യാനായിട്ട് പലതരത്തിലുള്ള ആക്ഷൻസും ഗസ്റ്റേഴ്സും ഒക്കെ കാണിക്കും. ഓക്കെ. ഇപ്പൊ തന്നെ അശ്വതിയുടെ കുഞ്ഞ് നമ്മളോട് അല്ലെ ഇവിടെ സ്ക്രീനിൽ കാണിച്ചല്ലേ? അപ്പൊ കുഞ്ഞിനെ നോക്കുവാണ്, അതായത് സ്ക്രീനിലോട്ട് ഇങ്ങനെ നോക്കിയിരിക്കുവാണ് ആരാണെന്ന്, അല്ലെ? അപ്പൊ ചിലപ്പോ ചിരിക്കുന്നുണ്ടാവും ആ കൂട്ടത്തില്. അപ്പൊ എന്നോട് കമ്മ്യൂണിക്കേറ്റ് ചെയ്യാനാണ് കുഞ്ഞ് ആ ഒരു എക്സ്പ്രഷൻ അവിടെ കാണിച്ചത്. അപ്പൊ ഇതുപോലെ തന്നെ, അതായത് പലതരത്തിലുള്ള ചിലപ്പോൾ ചില ശബ്ദങ്ങളായിരിക്കാം ഉണ്ടാക്കുന്നത്, അല്ലെങ്കിൽ എന്തെങ്കിലും ആക്ഷൻസ് ഉണ്ടാക്കാം. അപ്പോ ഇത്തരത്തിലുള്ള ആക്ഷൻസും അതുപോലെ തന്നെ ഗസ്റ്റേഴ്സും ഒക്കെ ഉണ്ടാക്കുന്നത് എന്തിനു വേണ്ടിയിട്ടാണ്? മറ്റുള്ളവരുമായിട്ട് കമ്മ്യൂണിക്കേറ്റ് ചെയ്യാനായിട്ട് വേണ്ടിയിട്ടാണ്. ഓക്കെ. പിന്നെ അതുപോലെ തന്നെ നമ്മ പറയുന്ന വേർഡുകള് എന്ത് ചെയ്യുന്നു? കുഞ്ഞ് റിപ്പീറ്റ് ചെയ്യാനായിട്ട് ശ്രമിക്കുന്നു. സിമ്പിൾ വേർഡ് ആണ് നമ്മൾ പറയുന്നതെങ്കിൽ കുഞ്ഞ് എന്ത് ചെയ്യുന്നുണ്ട്? അതുപോലെ തന്നെ റിപ്പീറ്റ് ചെയ്യാനായിട്ട് ട്രൈ ചെയ്യുന്നു. പൂർണ്ണമായിട്ട് പറയുന്നു എന്ന് പറയാൻ പറ്റില്ല, ട്രൈ ചെയ്യാനായിട്ട് ശ്രമിക്കുന്നുണ്ട് കുഞ്ഞ്. ഓക്കെ. അങ്ങനെ ഇപ്പൊ നേരത്തെ പറഞ്ഞല്ലോ സജ്ജന, ഇങ്ക് എന്ന് പറയുന്ന വാക്ക്, അല്ലെ? അത് കുഞ്ഞ് ആദ്യമായിട്ടാണോ പറഞ്ഞത്?
ആ അതെ, മൂത്ത ആള് ഇങ്കെന്ന് പറഞ്ഞു, ഇളയ ആള് ഇന്നീന്നും പറഞ്ഞു. അങ്ങനെ പറഞ്ഞു അല്ലെ? നിങ്ങൾ പറയുന്ന വേർഡുകൾ എന്തെങ്കിലും കുഞ്ഞ് പറഞ്ഞതായിട്ട് ഓർക്കുന്നുണ്ടോ? നിങ്ങൾ ആരെങ്കിലും പറഞ്ഞ വേർഡുകള്? ഇല്ല, ഉമ്മ എന്നൊക്കെ പറഞ്ഞെടുത്ത് പറയാറുണ്ട് അല്ലെ? ഓക്കെ ഓക്കെ, റിപ്പീറ്റ് ചെയ്യാനായിട്ട് ശ്രമിക്കുന്നതാണ് കേട്ടോ അത് സൗണ്ട്. പിന്നെ അതുപോലെ തന്നെ ഫസ്റ്റ് വേർഡ് കുഞ്ഞ് പ്രൊനൗൺസ് ചെയ്യും. കുഞ്ഞിന്റെ ആദ്യത്തെ വേർഡ് പലവർക്കും പലതരത്തിലുള്ള വേർഡുകളായിരിക്കാം. ഇപ്പൊ ഒരു കുഞ്ഞ് ഇതെന്നാണ് പറയുന്നെങ്കിൽ വേറൊരു കുഞ്ഞ് വേറെ രീതിയിലുള്ള വേർഡ് ആയിരിക്കും പറയുന്നത്. അപ്പൊ അതിനനുസരിച്ച് മാറ്റം വരാം. ഓക്കെ, അപ്പൊ ഇതാണ് 6 to 11 മന്ത്സിൽ കുഞ്ഞിനുണ്ടാകുന്ന ലാംഗ്വേജ് ഡെവലപ്മെന്റ്. മനസ്സിലായോ? ക്ലിയർ ആണോ? ഓക്കെ, നമുക്ക് മൂന്നാമത്തത് നോക്കാം കേട്ടോ. 12 to 17 മന്ത്സ്, കുഞ്ഞിന് 1 വയസ്സായി 1.5 വയസ്സ് വരെയുള്ള ആ ഒരു കാലഘട്ടത്തിൽ, ആ സ്റ്റേജിൽ എന്തൊക്കെയാണ് കുഞ്ഞിനുണ്ടാകുന്ന ലാംഗ്വേജ് ഡെവലപ്മെന്റ് നോക്കാം. ആരാണ് വായിക്കുക? ഞാൻ മിസ്. എന്റെ പേര് ടെസ്സി. ആൻസർ സിമ്പിൾ ക്വസ്റ്റ്യൻസ് നോൺ വെർബലി സേസ് 2 to 3 words to label a person or object. Pronunciation may not be clear. Tries to imitate simple words, vocabulary of 4 to 6 words. Answer simple questions non verbal എന്ന് പറഞ്ഞ ചെറുതായിട്ടുള്ള ക്വസ്റ്റ്യൻസ് മനസ്സിലായില്ലെങ്കിലും വാചികമല്ലെങ്കിലും അവര് ചോദിക്കുന്നു. പിന്നെ 2 to 3 words ലേബൽ എ പേഴ്സൺ, ഒരു 3 words ഉള്ള പേരുകളോ അല്ലെങ്കിൽ ഒബ്ജക്റ്റിന്റെ പേരുകളോ പറയാൻ അവര് തുടങ്ങും. ക്ലിയർ അല്ലെങ്കിലും പറയാൻ ശ്രമിക്കും. ട്രൈസ് ടു ഇമിറ്റേറ്റ് സിമ്പിൾ വേർഡ്സ് ഇമിറ്റേറ്റ് ചെയ്യാൻ ശ്രമിക്കും. വൊക്കാബുലറി 4 to 6 വേർഡ്സ് ഉള്ള വൊക്കാബുലറി വേർഡ്സ് പറയാനായിട്ട് ശ്രമിച്ചു തുടങ്ങും ആ സമയത്ത്. ഓക്കെ, ആദ്യത്തെ നിങ്ങൾ നോക്കിയേ, ആൻസർ സിമ്പിൾ ക്വസ്റ്റ്യൻസ് നോൺ വെർബലി. അതായത് നമ്മൾ എന്തെങ്കിലും ചോദ്യങ്ങൾ ചോദിക്കുമ്പോൾ അവര് നോൺ വെർബലി ആണ്, അതായത് വാക്കാലല്ല അവര് ഉത്തരം നൽകുന്നത്, ചില ആക്ഷൻസിലൂടെ ആയിരിക്കാം. ഇപ്പോ കുഞ്ഞിനോട് ചോദിക്കുകയാണ് നിന്റെ അമ്മ എവിടെയെന്ന് ചോദിക്കുകയാണ്, ഒരാൾ വന്നിട്ട് ഒരു ഗസ്റ്റ് വന്ന് ചോദിക്കുകയാണ് കുഞ്ഞിനോട് നിന്റെ അമ്മ എവിടെയെന്ന് ചോദിക്കുകയാണ്, അല്ലെങ്കിൽ നമ്മുടെ ഫാമിലിയിലുള്ള ആരെങ്കിലും കുഞ്ഞിനോട് ചോദിക്കുകയാണ് അമ്മ എവിടെയെന്ന് ചോദിക്കുമ്പോൾ കുഞ്ഞ് ചിലപ്പോ അടുക്കളയിലാണ് അമ്മയെങ്കിൽ, കിച്ചണിലാണ് അമ്മയെങ്കിൽ അമ്മോടൊന്ന് ചൂണ്ടിക്കാണിക്കും. ഓക്കെ, വെറും മൂളും ഇല്ലേ? അങ്ങനെ ഉണ്ടായിട്ടില്ലേ? എവിടെയാണോ അമ്മ നിൽക്കുന്നത് ആ സൈഡിലേക്ക് വിരല് ചൂണ്ടുകയോ കൈ കാണിച്ചിട്ടോ മൂളും, അവിടെയാണെന്ന് മൂളും. അപ്പൊ കുഞ്ഞിന് പറയാൻ അറിയില്ല, അമ്മ അടുക്കളയിലാണെന്ന് പറയാനായിട്ട് കുഞ്ഞ് ആയിട്ടില്ല. പക്ഷെ കുഞ്ഞിന് മനസ്സിലാക്കാൻ പറ്റും അവന്റെ അമ്മ അവിടെയാണെന്ന് ഇരിക്കുന്നതെന്ന്. പിന്നെ പുറത്തോട്ടൊക്കെ പോയി കഴിഞ്ഞാൽ അമ്മ എവിടെ, അച്ഛൻ എവിടെയെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ അച്ഛൻ പോയിന്ന് പറയാനായിട്ട് വണ്ടിയുടെ ശബ്ദം ചിലപ്പോൾ ഉണ്ടാക്കാൻ തുടങ്ങും. അച്ഛൻ പോയി എന്നുള്ളതാണ് ആ മീനിങ് വരുന്നത് കേട്ടോ, വണ്ടിയുടെ ശബ്ദം ഉണ്ടാക്കും കുഞ്ഞ്. അപ്പൊ ഇത്തരത്തിലുള്ള കാര്യങ്ങൾ നോൺ വെർബലി ആയിട്ട് പറയാനായിട്ട് തുടങ്ങുന്നു, ചില ആക്ഷൻസ് കാര്യങ്ങളൊക്കെ കാണിച്ചിട്ട് കേട്ടോ. അങ്ങനെയാണ് കുഞ്ഞിവിടെ ആൻസർ ചെയ്യുന്നത്. പിന്നെ അതുപോലെ തന്നെ 2 or 3 വേർഡുകള് ഒരു വ്യക്തിയെയോ അല്ലെങ്കിൽ ഒരു ഒബ്ജക്റ്റിനെയോ എന്താ പറയാ ലേബൽ ചെയ്യാനായിട്ട് ഉപയോഗിക്കും. അതായത് അവിടെ ഒരു വ്യക്തിയാവാം, ഒരു പേഴ്സൺ ആവാം, അല്ലെങ്കിൽ എന്തെങ്കിലും ഒരു ഒബ്ജക്റ്റ്, എന്തെങ്കിലും ഒരു വസ്തു ആവാം. അതിനെ ലേബൽ, അതായത് അതിനെ എന്താ പറയാ ഐഡന്റിഫൈ ചെയ്യാൻ വേണ്ടിയിട്ട് 2 or 3 വേർഡ്സുകൾ എന്ത് ചെയ്യാം കുഞ്ഞ് ഉപയോഗിക്കാനായിട്ട് തുടങ്ങും. പക്ഷെ പ്രൊനൗൺസിയേഷൻ എന്ന് പറയുന്നത് ക്ലിയർ അല്ല, അവർ പറയുന്ന കാര്യങ്ങൾ എന്ന് പറയുന്നത് ക്ലിയർ ആയിരിക്കില്ല. ഇപ്പൊ പശു അല്ലെങ്കിൽ കോഴി, കാക്ക ഇങ്ങനെയുള്ള കാര്യങ്ങൾ കുഞ്ഞ് വ്യക്തതയോടുകൂടി കുഞ്ഞിനെ പറയാനായിട്ട് കുഞ്ഞിന് അറിയില്ല. കുഞ്ഞ് ആ വേർഡ്സുകൾ ചിലപ്പോ ഉപയോഗിക്കാം, പക്ഷെ വേറെ രീതിയിലാണ് നമ്മൾക്കത് കേൾക്കുക അല്ലെ? എങ്ങനെയാണ് കേൾക്കുക? ഇപ്പൊ പട്ടിയെ എങ്ങനെയാ കുഞ്ഞ് പറയാ? പട്ടിയോ ഒരു ഡോഗ്, അതെ അങ്ങനെയായിരിക്കും പറയാ അല്ലെ? അപ്പൊ പ്രൊനൗൺസിയേഷൻ എന്ന് പറയുന്നത് മിസ്സേ, എന്താ? നമ്മളിപ്പോ ഭക്ഷണം കഴിക്കാൻ കുഞ്ഞ് അങ്ങനെയല്ലല്ലോ നമ്മൾ പറയാ, മാമു കച്ചാൻ വായോ അങ്ങനെയൊക്കെ അല്ലേ നമ്മൾ ശീലിപ്പിക്കുന്നത്. അതെ, നമ്മൾ ശീലിപ്പിക്കുന്നത് പോലെയാണ്. ഓക്കെ, പിന്നെ അതുപോലെ തന്നെ സിമ്പിൾ ആയിട്ടുള്ള വേർഡ്സുകൾ ഇമിറ്റേറ്റ് ചെയ്യാൻ തുടങ്ങുന്നു. അവരുടെ വെക്കാബുലറി എന്ന് പറയുന്നത് 4 to 6 വേർഡ്സ് ആണ്. അവരുടെ കയ്യിലുള്ള ആ ഒരു വെക്കാബുലറി എത്രയാണ്? 4 തുടങ്ങി 6 വരെയുള്ള വേർഡ്സുകൾ കുഞ്ഞി സമയത്ത് യൂസ് ചെയ്യാനായിട്ട് തുടങ്ങും. ഓക്കെ, അപ്പോ ഇത്രയും മതി നമ്മൾക്ക് ഇന്ന് എടുത്തത്. ഇനി നമ്മൾക്ക് ഇതിനെ സമപ്പ് ചെയ്യാം. ആരാണ് സമപ്പ് ചെയ്യുക?
ഒരാള് സമപ്പ് ചെയ്യട്ടോ എന്റെ അടുത്ത കാര്യങ്ങള്. ഇന്ന് എന്തൊക്കെയാണോ ഞാൻ ക്ലാസ്സിൽ പറഞ്ഞത് അതൊന്ന് സമപ്പ് ചെയ്യാം. ആതിര ചെയ്യാമോ? ആതിര ഇംഗ്ലീഷിൽ ചെയ്യണോ? ഓക്കെ, ചെയ്തോളൂ. മിസ് ഈ PDF ഒന്ന് PDF ഞാൻ കാണിച്ചു തരാം. ഗുഡ് മോർണിംഗ് ഓൾ. ടുഡേ പറയാം കേട്ടോ. പിക്ചർ വീല് നമ്പർ വീലൊക്കെ ഉൾപ്പെടുത്താം. Good morning to all. Today we are discussing about milestones related speech and language. First one, birth to 5 months. The starting stage babies like make voice like cuckoos, and vocabulary is pleasure and displeasure sound different. They have happy and sad they express through cry, and then makes noise when talked to. Then 6 to 11 months, understand no. Reject dislike things the way moving head like no, and babbling say baba, say mama, dada without meaning. Tries to communicate by action or gestures. Try to repeat sound. Say first word. Say first word like mama, da, like that. Then 12 to 7 months. Answer simple questions no verbally. Say 2 to 3 words to label a person or object. Tries to imitate simple words, vocabulary of 4 to 6 words. Try to imitate some sounds like crying kaka, like kaka, that like that. And then 6 to 12 to 17. And we show some activities, number wheel and picture wheel. Everybody try to make it beautiful. And thank you, ma'am. ഓക്കെ, വെരി ഗുഡ്. വേറെ ആർക്കെങ്കിലും പറയാനുണ്ടോ? ആതിര പറഞ്ഞ പോലെ തന്നെ ആർക്കെങ്കിലും പറയാനുണ്ടോ? ഇല്ല. മാം ഞാൻ പറയാം. Okay. Today we are discussed about the milestone related to speech and language for babies. First one, birth to 5 months. അതായത് സന്തോഷമാണെങ്കിലും വിഷമമാണെങ്കിലും പ്രത്യേക സൗണ്ട് ഉണ്ടാക്കും. It's like crying, having a high level, make noise when talked to. Reshmi sharing more details about child growth and how to take care of the child. That is very useful to everyone. Next one is 6 to 11 months. Understands no and babbles, says baba. Sometimes the baby start to no for some foods or activities. Sometimes they play, shake their hands and legs with babblers sound. Then the baby try to speak without the meaning of mama or dada. They cannot say full words. They tries to communicate by action or gestures. Tries to repeat our words. It is like simple words. Tries to say first word. The next one is 12 to 17 months. Answer simple questions through actions. They hum or action with their finger, like to a person identify the person or object. They try it. It's like dog. They identify the dog. Their sound like bobo. Imitate simple words. They use 4 to 6 words vocabulary. Then today Ashwati ma'am show to us how to make a number wheel and picture wheel. That's it, ma'am. Okay. Thank you. Miss, ഒരു ഡൗട്ട് ചോദിച്ചോട്ടെ?
ഈ നമ്പർ വീലും പിക്ചർ വീലും ഉണ്ടാക്കാൻ നേരത്തെ ഇപ്പൊ 1 എന്ന് എഴുതിയേക്കണടുത്ത് കറക്റ്റ് ആയിട്ട് നമ്മൾ 1 വെക്കുമ്പോൾ ബാക്കി എല്ലാം കറക്റ്റ് ആയിട്ട് വരണം, അങ്ങനെയാണോ ചെയ്യേണ്ടത്? അതെ, അങ്ങനെ കറക്റ്റ് ആയിട്ട് വന്നാലാണ് അത് നമുക്ക് മിസ്മാച്ച് ചെയ്യാൻ പറ്റുള്ളൂ. ഒരെണ്ണം കറക്റ്റ് ആയിട്ട് വെക്കുമ്പോ തന്നെ ബാക്കി എല്ലാം കറക്റ്റ് ആയിട്ട് വരണം അല്ലേ? അതിനനുസരിച്ച് നിങ്ങൾ ലൈൻസ് വരയ്ക്കുക കേട്ടോ. അതായത് ആ വലിയ വീലിനനുസരിച്ചിട്ട് തന്നെ ചെറിയ വീലിൽ നിങ്ങൾ കറക്റ്റ് ആയിട്ട് ലൈൻ വരച്ചാലാണ് അത് കറക്റ്റ് ആവുള്ളൂ. ഓക്കെ, അല്ലെങ്കിൽ അത് തെറ്റിപ്പോകും, പറ്റില്ല. പാടാണ് ചെയ്യാനായിട്ട്, എന്നാലും ശ്രമിച്ചു നോക്കുക കേട്ടോ. ഞാനിപ്പോ കൂടുതൽ പിക്ചേഴ്സ് അതിനകത്ത് ഒട്ടിച്ചിട്ടുണ്ട്. നിങ്ങൾക്ക് വേണമെങ്കിൽ 9 വരെ മുതൽ 8, അത് 1 to 9 അല്ലെങ്കിൽ 1 to 10 വരെയാണ് ചെയ്യുന്നത്. അപ്പൊ ഏതെങ്കിലും നിങ്ങൾക്ക് ചെയ്യാം. പിന്നെ പിക്ചർ വീൽ ഉണ്ടല്ലോ, അതിനകത്ത് ഞാനിപ്പോ എത്രയാണ് 2, 4, 6, 8 പിക്ചറോളം ഒട്ടിച്ചിട്ടുണ്ട്. അത്രയും വേണം എന്നില്ല. ആ പിക്ചർ ഒട്ടിക്കുമ്പോഴും കുറച്ച് വെറൈറ്റി ആയിട്ട് ഒട്ടിക്കാന്ന് മാത്രം കേട്ടോ. വെഹിക്കിൾസ് ഉൾപ്പെടുത്താം, ഫ്ലവേഴ്സ്, അതുപോലെ തന്നെ ട്രീസ് ഉൾപ്പെടുത്താം, ഫ്രൂട്ട്സ്, വെജിറ്റബിൾസ്, അതൊക്കെ നമുക്ക് ആഡ് ചെയ്യാൻ പറ്റുമോ മാം? കാണണോ? ഒന്നുകൂടി കാണിച്ചു തന്നോ? ഓക്കെ, ഒന്ന് ഒരു മിനിറ്റ്. കാണാൻ പറ്റുന്നുണ്ടോ? മാം. ഓരോന്നിന്റെ നേരെയായിട്ട് ഓരോ നമ്പേഴ്സ് വരാം. അത് നമുക്കിങ്ങനെ എന്താ പറയാ കറക്റ്റ് കൊടുക്കുമ്പോൾ അത് മിസ്മാച്ച് ആവും. ദെൻ നമ്മൾ വീണ്ടും അത് അറേഞ്ച് ചെയ്ത് കുട്ടികളെ കാണിക്കാന്ന് മാത്രം കേട്ടോ. ഓക്കെ, ഇത് നമ്പർ വീലാണ്. പിക്ചർ വീൽ ഞാൻ നിങ്ങൾക്ക് കാണിച്ചു തരാം. പിക്ചർ വീൽ കേട്ടോ. ഇപ്പൊ മിസ്മാച്ച് ആയിട്ടാണ് ഇരിക്കുന്നത്. അത് അറേഞ്ച് ചെയ്ത് വെക്കുക. കണ്ടോ? അപ്പൊ എല്ലാരും നോക്കി, ഞാൻ എല്ലാരും ഇവിടെ നോക്കി, കണ്ടോ ചെയ്തിരിക്കുന്നത്? അപ്പൊ അതിനനുസരിച്ച് ഇവിടെ ലൈൻ നമ്മൾ വരയ്ക്കുക കേട്ടോ, കൃത്യമായിട്ട്. ക്ലിയർ ആയെന്ന് വിചാരിക്കുന്നു കേട്ടോ. ഓക്കെ മാം, പിക്ചർ വീൽ എത്ര എണ്ണം വേണമെന്ന് വല്ലതും ഉണ്ടോ? അതില് പേസ്റ്റ് ചെയ്യുന്ന പിക്ചേഴ്സിന്റെ എണ്ണമാണോ? അല്ല, എണ്ണ അല്ല. ഇപ്പൊ പിക്ചർ മാം ഇപ്പൊ രണ്ടാമത് കാണിച്ചില്ലേ, അത് എത്ര എണ്ണം വേണം എന്നുള്ളതാണ്. ഓരോന്ന് വെച്ചിട്ടാണ്, അങ്ങനെയല്ല. ഇത് മൊത്തത്തിൽ എത്ര എണ്ണം വേണമെന്ന്? മൊത്തത്തിൽ അത് എണ്ണം അനുസരിച്ച് ഒരു 5-6 എണ്ണം ഒക്കെ ഉണ്ടെങ്കിൽ നല്ലതാണ്. ഞാനിപ്പോ 8 എണ്ണം വരെ ചെയ്തിട്ടുണ്ട് ഇതിനകത്ത്. അത് നിങ്ങളുടെ കയ്യിലിരിക്കുന്ന ആ വീലിന്റെ വലിപ്പം അനുസരിച്ചിരിക്കും കേട്ടോ. അതിനെ ഡിപ്പെൻഡ് ചെയ്തിരിക്കും എത്രമാത്രം നമുക്ക് ഇതിനകത്ത് പേസ്റ്റ് ചെയ്യാന്നുള്ളത്. അതിനനുസരിച്ച് ഇവിടെ അളവ് ശരിയാകണ്ടേ. അപ്പൊ അതിനനുസരിച്ച് നിങ്ങൾ നോക്കുക. ഓക്കെ ഓക്കെ മാം. ഓക്കെ ഓക്കെ ഓക്കെ, അപ്പൊ നമുക്ക് മൈൻഡ് അപ്പ് ചെയ്യാം അല്ലേ? സൈൻ ഔട്ട് ആരാ ചെയ്യുന്നേ? ഞാനാണ് മാം. Good morning everyone. I'm Sajana. In this class we discussed about language development of a child in birth to 17 months, and Mama also gave an activity about number wheel and picture wheel. I thank Ashwati ma'am for your class and sharing your knowledge with us, and thank you Shruti for the beautiful prayer song, Rasia for signing, and Jasmine for the thought of the day, and also thank you Adira and Shruti for your summarization. Lastly, I thank my batchmates for the cooperation in this class and sharing your experiences. We will meet in next class. This is Sajna signing out. Okay, thank you. Thank you ma'am. അടുത്ത ക്ലാസ്സിൽ Thank you ma'am. Thank you, ma'am. Thank you ma'am. Thank you.